ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് ഗൂഗിൾ ക്ലാസ് റൂം കുട്ടികൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിൻ്റെ തൊട്ട് മുന്നേ അധ്യാപകർ എങ്ങനെയാണ് ഗൂഗിൾ ക്ലാസ് റൂം സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് കാണാത്തവരാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷമാണ് അധ്യാപകർ ഇത് കാണേണ്ടത്. ഇത് കുട്ടികൾ എന്തൊക്കെയാണ് ഫോണിൽ ചെയ്യേണ്ടത്, കുട്ടികൾ എങ്ങനെയാണ് അധ്യാപകർ നൽകുന്ന ഗൂഗിൾ ക്ലാസ് റൂമിലത്തെ മെറ്റീരിയൽസ് അസസ് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് അധ്യാപകർ ചെയ്തതുപോലെ തന്നെ കുട്ടികളും ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിൾ ക്ലാസ് റൂം എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഗൂഗിൾ ക്ലാസ് റൂം എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് കാണിക്കും, അത് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. കുട്ടികൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഒരു അക്കൗണ്ട് കുട്ടിയുടെ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം കുട്ടിക്ക്. പാരൻസിൻ്റെ ഉപയോഗിച്ചാലും മതി. അതുപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതുപയോഗിച്ച് കുട്ടികൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് കുട്ടികൾക്ക് വിൻഡോ കാണാൻ സാധിക്കുക. ഇതിൽ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടണുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് കോഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ഇതിൽ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ, ഒരു നീല നിറത്തിൽ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ പ്ലസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ക്ലാസ് എന്നും ജോയിൻ ക്ലാസ് എന്നും ഉള്ള രണ്ട് ഓപ്ഷൻസാണ് കാണിക്കുക. അതിൻ്റെ ക്രിയേറ്റ് ക്ലാസ് അധ്യാപകർക്കുള്ളതാണ്, നമ്മൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ പരിചയപ്പെട്ടു. ഇനി ജോയിൻ ക്ലാസ് എന്നുള്ളത് കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ ഈ ജോയിൻ ക്ലാസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അധ്യാപകർ നൽകുന്ന ക്ലാസ് കോഡ് ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിനേക്കാൾ എളുപ്പം ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ലിങ്ക് കുട്ടികൾക്ക് ഷെയർ ചെയ്യുക, വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെയോ ക്ലാസ്സിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇപ്പം ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ള ക്ലാസ്സിൻ്റെ ലിങ്ക് വാട്സപ്പിൽ കിടപ്പുണ്ട്. അത് എങ്ങനെയാണ് എന്ന് നോക്കാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നേരത്തെ ടീച്ചർ എന്നുള്ള രീതിയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ലിങ്കാണ്. അപ്പോൾ ഇത് കുട്ടിക്ക് ഇങ്ങനെ ലഭിക്കും. കുട്ടി ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ വിത്ത് എന്ന് ചോദിക്കും. ബ്രൗസറിൽ ഓപ്പൺ ചെയ്യരുത്, മോർ എന്ന് പറഞ്ഞ് ഗൂഗിൾ ക്ലാസ് റൂം എന്നുള്ള ഒരു സംവിധാനത്തിലൂടെ തന്നെ ഓപ്പൺ ചെയ്യണം. ഗൂഗിൾ ക്ലാസ് റൂം എന്നുള്ള ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ കുട്ടിക്ക് യു ആർ ജോയിനിങ് ദ ക്ലാസ് ആസ് എ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ കാണിക്കും. ക്ലാസ് റൂം ഹെൽപ്സ് ക്ലാസ്സസ് കമ്മ്യൂണിക്കേറ്റ്, സേവ് ടൈം ആൻഡ് സ്റ്റേ ഓർഗനൈസ്ഡ്. യു ആർ ജോയിനിങ് ദ ക്ലാസ് ആസ് എ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ കാണിക്കും. അതിൽ ജോയിൻ ക്ലാസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ ക്ലാസ്സിലേക്ക് ഈ കുട്ടി ആഡ് ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ എനിക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നേരത്തെ അധ്യാപകൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് അതിന് റിപ്ലൈ തരേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്കാണ് ഷെയർ ചെയ്യുന്നത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റിൽ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സർക്കാരിൻ്റെ GSUIT സംവിധാനം വരുന്നതോടുകൂടി ആ മീറ്റ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടും ഉണ്ടായിരിക്കും. അറ്റൻഡൻസും ഓട്ടോമാറ്റിക്കലി ഇതിൽ മാർക്ക് ചെയ്യാനുള്ള സംവിധാനവും വരും. ഇനി ഫിസിക്സ് നോട്ട്സാണ് രണ്ടാമത് ഷെയർ ചെയ്തിരിക്കുന്നത്. അത് കുട്ടികൾക്ക് ജസ്റ്റ് അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ ആഡ് ക്ലാസ് കമൻറ്റ് എന്നുള്ള രീതിയിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇവിടെ ചോദിക്കാനും പറ്റും. ഇനി അസൈൻമെൻറ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് LED ബൾബ് എന്നുള്ളത്. അത് കുട്ടിക്ക് ഈ രീതിയിലാണ് ഇവിടെ കാണുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ക്ലാസ് കമൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു ഇത് വരും ഫസ്റ്റ്. അതിൽ കുട്ടികൾക്ക് പൊതുവെ എല്ലാവരും കാണുന്ന രീതിയിൽ എന്തെങ്കിലും കമൻറ്റുകൾ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കാം. ഇനി അതിനുള്ള ഉത്തരം കൊടുക്കാനുള്ളത് അതിൻ്റെ താഴെയുള്ള ടൈപ്പ് യുവർ ആൻസർ എന്നുള്ള ഭാഗത്താണ് ഉത്തരം കൊടുക്കേണ്ടത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് LED ബൾബ്സ്. അപ്പോൾ അതിൽ നമ്മൾ ടൈപ്പ് യുവർ ആൻസർ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുന്നു കുട്ടികൾ. എന്നിട്ട് അതിൽ ആൻസർ എന്താണെന്ന് വെച്ചാൽ അവിടെ കൊടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഉദാഹരണത്തിന് എനർജി സേവിങ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. എനർജി സേവിങ് എന്നുള്ളത് കൊടുക്കുന്നു. എന്നിട്ട് ഹാൻഡ് ഇൻ.
അപ്പോൾ യു വോണ്ട് ബി ഏബിൾ ടു മേക്ക് ചേഞ്ചസ് എന്നുള്ളതാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. അതല്ല, മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ ഒരു വാർണിംഗ് വരില്ല. അപ്പോൾ ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ, കുട്ടി നൽകിയിട്ടുള്ള ആൻസർ ടീച്ചറുടെ വിൻഡോയിലേക്ക് സബ്മിറ്റ് ആയിട്ട് വരും. ആഡ് പ്രൈവറ്റ് കമൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ആഡ് പ്രൈവറ്റ് കമൻറ്റിൽ അധ്യാപകനോട് എന്തെങ്കിലും സ്പെഷ്യലി എന്തെങ്കിലും നമുക്ക് പറയണം എന്നുണ്ടെങ്കിൽ ഈ ആഡ് പ്രൈവറ്റ് കമൻറ്റ് എന്നുള്ള താഴെയുള്ള ഈ ഓപ്ഷൻ ഉപയോഗിച്ച് പറയാം. അപ്പോൾ ഉത്തരം തെറ്റി എന്നുള്ളൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വേണമെങ്കിൽ സോറി സർ എന്നുള്ള രീതിയിൽ പറയാം. ഇത് പക്ഷേ മറ്റു കുട്ടികളൊന്നും കാണില്ല, പ്രൈവറ്റ് കമൻറ്റാണ് എന്നർത്ഥം. അപ്പോൾ ഇനി ഹാൻഡ് ഇൻ എന്നുള്ളത് കൊടുത്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ചോദ്യത്തിൻ്റെ ഉത്തരം. കുട്ടി ആ ചോദ്യത്തിൻ്റെ ഉത്തരം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. കുട്ടിയുടെ വിൻഡോയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അസൈൻമെൻറ്റ് എങ്ങനെ കുട്ടികൾ ചെയ്യുമെന്നുള്ളത് നോക്കാം. ന്യൂ അസൈൻമെൻറ്റ് LED ബൾബ്സ് അവൈലബിൾ ഇൻ മാർക്കറ്റ് എന്നുള്ളത്. അതിൽ കുട്ടി അതിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ആഡ് ക്ലാസ് കമൻറ്റ്, ആ അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ മൊത്തം കാണുന്ന രീതിയിൽ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ട്, കുട്ടികൾക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാം. അത് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ടീച്ചറുടെ വിൻഡോയിൽ ലഭിക്കും. കുട്ടികൾക്ക് ഇങ്ങനെ കമൻറ്റ് പറയാതിരിക്കാനുള്ള ഓപ്ഷൻ ടീച്ചറുടെ വിൻഡോയിൽ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് യുവർ വർക്ക് എന്നുള്ള ഇതിൻ്റെ താഴെ കാണുന്ന യുവർ വർക്ക് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ്. യുവർ വർക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റാച്ച്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു ലിങ്ക് വരും, ആഡ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ള രീതിയിൽ. ആഡ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള ഡ്രൈവിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വർക്ക് ഡ്രൈവായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സേവ് ചെയ്ത് ഫോണിലോ ലിങ്കിലോ സേവ് ചെയ്തിട്ടുള്ളതായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇനി എഴുതിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ ഇപ്പോൾ തന്നെ എടുക്കാനുള്ള ടേക്ക് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ എടുത്ത് അത് അപ്പോൾ തന്നെ അയക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് അയക്കണം, അയക്കാം. അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നമുക്ക് കുട്ടിക്ക് അസൈൻമെൻറ്റ് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം, ഗൂഗിൾ സ്ലൈഡ്സ്, ഗൂഗിൾ ഷീറ്റ്, എക്സൽ ഷീറ്റ് പോലെയുള്ള ഷീറ്റുകൾ, അതൊക്കെ ഉപയോഗിച്ച് കുട്ടിക്ക് അസൈൻമെൻറ്റ് ചെയ്യാൻ ഇതിലത്തെ ഏത് സംവിധാനങ്ങൾ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ന്യൂ PDF എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കുട്ടികളൊക്കെ സംബന്ധിച്ച് പറ്റുന്നൊരു ഓപ്ഷൻ. അതിൽ ന്യൂ PDF എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് ആൻസർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൈകൊണ്ട് എഴുതിയിട്ട് റിപ്ലൈ തരാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് LED അവൈലബിൾ ഇൻ മാർക്കറ്റ് എന്നുള്ളതാണ്. അത് 1 5 വാട്ട്, 5 വാട്ട് എന്ന്, 2 7 വാട്ട്, 3 9 വാട്ട്സ്, ഇങ്ങനെ ഈ രീതിയിൽ കുട്ടിക്ക് വേണമെങ്കിൽ ഹാൻഡിൽ റിട്ടേൺ ആയിട്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റും. ഇനി ഇത് വേണ്ട, കുട്ടി ടൈപ്പ് ചെയ്തിട്ട് സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞുള്ള ടെക്സ്റ്റുകളുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ആൻസർ PDF ആയിട്ട് തന്നെ നമുക്ക് സമർപ്പിക്കാൻ പറ്റും, കുട്ടിക്ക് സമർപ്പിക്കാൻ സാധിക്കും. എന്നുള്ള രീതിയിൽ ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യാനൊക്കെ പറ്റും. മുകളിലത്തെ 3 കുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് നമ്മളവിടെ സേവ് ചെയ്തു. എന്നിട്ട് ഇനി കൂടുതൽ അറ്റാച്ച്മെൻറ്റുകൾ അതുമായി ബന്ധപ്പെട്ട് ചേർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആഡ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ള രീതിയിൽ കൂടുതൽ അറ്റാച്ച്മെൻറ്റുകൾ ചേർക്കാൻ സാധിക്കും. ഇനി ഇതിൽ നമുക്ക് അറ്റാച്ച്മെൻറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡോക്സ്, സ്ലൈഡ്, ഷീറ്റ് എന്നുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ ഡോക്സും സ്ലൈഡും ഷീറ്റും സംവിധാനങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം എന്ന് മാത്രം. കുട്ടിയുടെ ഫോണിലും ഈ 3 ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം എന്ന് മാത്രം. അതില്ലെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ഫോട്ടോ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ന്യൂ PDF എന്നുള്ള ഓപ്ഷനിൽ എഴുതിയിട്ടോ കുട്ടിക്ക് സമർപ്പിക്കാവുന്നതാണ്. എന്നിട്ട് ഹാൻഡ് ഇൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ഇൻ യുവർ വർക്ക് ടു അറ്റാച്ച്മെൻറ്റ് വിൽ ബി സബ്മിറ്റഡ് ഫോർ LED ബൾബ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ എഴുതി കാണിക്കും. ഹാൻഡ് ഇൻ എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതോടുകൂടി കുട്ടി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു, വർക്ക് സബ്മിറ്റഡ് എന്നുള്ള രീതിയിൽ എഴുതി കാണിക്കും. ഇത്രയുമാണ് കുട്ടിക്ക് അസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യാനുള്ളത്. ഇനി ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അത് കുട്ടിക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് കാണാൻ സാധിക്കും. ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് കാണാൻ. ഇനി ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പേഴ്സണൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസും അതിലുണ്ട്.
കുട്ടികൾക്ക് എന്തൊക്കെ വർക്കുകളാണ് തന്നിരിക്കുന്നത്. സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകരും തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കമൻറ്റുകളടക്കം ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്കുകളടക്കം ഒക്കെ സ്ട്രീം എന്ന് പറഞ്ഞ ഭാഗത്ത് കാണും. ക്ലാസ് വർക്ക് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തൊക്കെ വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് കുട്ടിക്ക് പ്രത്യേകം കാണാൻ പറ്റും. ഇപ്പോൾ ഇലക്ട്രിസിറ്റി എന്നുമായി ബന്ധപ്പെട്ട് ഫിസിക്സ് നോട്ട്സ് വന്നിട്ടുണ്ട്. LED അസൈൻമെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് LED ബൾബ്സ് അവൈലബിൾ മാർക്കറ്റ്, അതിൻ്റെ ഡ്യൂ ഡേറ്റ് തേഴ്സ്ഡേ 1/31 പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് യുവർ ആൻസർ എനർജി സേവിങ് എന്നുള്ള രീതിയിൽ ഉള്ള ക്ലാസ് വർക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കുട്ടിക്ക് ഇവിടെ കാണാൻ പറ്റും. ആരൊക്കെയാണ് അധ്യാപകർ എന്നുള്ള രീതിയിൽ ഇവിടെ ടീച്ചേഴ്സ് എന്നുള്ളതും കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിലാണ് കുട്ടിയുടെ വിൻഡോ വരുന്നത്. ഇനിയിപ്പോൾ ഈ കുട്ടി സമർപ്പിച്ച കാര്യങ്ങൾ അധ്യാപകർക്ക് എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ അധ്യാപകനായിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോയുടെ അധ്യാപകർ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുക. ഇനി അധ്യാപകൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പീപ്പിൾ എന്നുള്ളതിൽ സ്റ്റുഡൻ്റായിട്ട് ഞാൻ നേരത്തെ ജോയിൻ ചെയ്തിട്ടുള്ള ആ സ്റ്റുഡൻറ്റിനെ ഇവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് ആ കുട്ടി ചെയ്തിട്ടുള്ള വർക്കുകൾ ഇവിടെ കാണാം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കുട്ടി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹാൻഡഡ് ഇൻ, ഈ കുട്ടിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആൻസർ ഇതാണ്. പ്രൈവറ്റ് കമൻറ്റ്സ്, കുട്ടി എന്തെങ്കിലും പ്രൈവറ്റ് കമൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടെ കൊടുക്കാം. എന്നിട്ട് മാർക്ക് നമുക്കിവിടെ 5 മാർക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഉത്തരം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ 5-ൽ 5 എന്നുള്ളത് മാർക്ക് ചെയ്ത് റിട്ടേൺ എന്നുള്ളത് കൊടുക്കുക. വിൽ ബി നോട്ടിഫൈഡ് എന്നുള്ള രീതിയിൽ കാണിക്കും. റിട്ടേൺ വർക്ക്, അതായത് ഈ സ്റ്റുഡൻറ്റ് വിൽ ബി നോട്ടിഫൈഡ് ആൻഡ് ക്യാൻ ചെക്ക് എനി ഗ്രേഡ് ഓർ കമൻറ്റ്സ് ദാറ്റ് യു ഹാവ് ലെഫ്റ്റ് എന്നുള്ള രീതിയിൽ കാണിക്കും. അപ്പോൾ അത് റിട്ടേൺ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ കുട്ടിക്ക് നമ്മൾ മാർക്ക് ഇട്ടിട്ട് നോട്ട് മടക്കി നൽകി എന്നുള്ള അർത്ഥം. ഇനി അസൈൻമെൻറ്റ്, അപ്പോൾ അത് ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങനെ. ഇനി അസൈൻമെൻറ്റ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കിയതിന് ശേഷം കുട്ടി സമർപ്പിച്ചിട്ടുള്ള 2 ഫയലുകളാണ് മുകളിൽ കാണുന്നത്. ഈ 2 ഫയലുകളും നോക്കിയതിന് ശേഷം, ഇപ്പോൾ നേരത്തെ PDF ആയിട്ട് അയച്ചിട്ടുള്ള ഈ ഫയല്, മറ്റൊരു ഫയലും നോക്കിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കമൻറ്റുകൾ പറയാനുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. വെരി ഗുഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും കമൻറ്റുകൾ ഇവിടെ കൊടുക്കാം. അത് എന്നിട്ട് മാർക്ക് ഇവിടെ 10ൽ എത്രയാണ് വേണ്ടത്, 10ൽ 10 എന്നുള്ള മാർക്ക് ഇട്ടിട്ട് റിട്ടേൺ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ആ മാർക്ക് ലഭിക്കും. നമ്മൾ നോക്കി എന്നുള്ളത്, നോട്ട് നോക്കിയെന്നും അതിൻ്റെ മാർക്കും കുട്ടിക്ക് ലഭിക്കും എന്നർത്ഥം. ഇത്രയുമാണ് അധ്യാപകർക്ക് ഈ ഉത്തരത്തിൽ നിന്നും ലഭിക്കാനുള്ളത്. കുട്ടികളുടെ ഉത്തരത്തിൽ നിന്നും ഉത്തരം ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത്. ഇനി ആ കുട്ടിക്ക് ഒരു പർട്ടിക്കുലർ മെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രസ് റിപ്പോർട്ട് പോലെയൊക്കെ പേഴ്സണലായിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു മെയിലിൻ്റെ ചിഹ്നം വരുന്നുണ്ട്. അതിൽ പ്രോഗ്രസ് റിപ്പോർട്ട് എത്രയാണെന്നുള്ളത് കാണിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ അവരെ ഫിൽട്ടർ ചെയ്ത് കാണുന്നതിനും ഒക്കെയുള്ള സംവിധാനങ്ങളാണ് ബാക്കി വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നമ്മൾ എഴുതുന്നത് കുട്ടി എന്നുള്ള രീതിയിൽ. കുട്ടി അയച്ച ഉത്തരങ്ങൾക്ക് അധ്യാപകൻ വീണ്ടും മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ് എന്നർത്ഥം. അധ്യാപകൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് ഇങ്ങനെ ഒരു രീതിയിൽ നോട്ടിഫിക്കേഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് മാർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് കുട്ടിക്ക് ഇവിടെ കാണാൻ സാധിക്കും. 10ൽ 10 മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഡയറക്റ്റ് എല്ലാം നമ്മൾ എന്തൊക്കെ അധ്യാപകർ പറയുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ അപ്പോൾ കുട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെയുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് അധ്യാപകൻ ക്ലാസ് നോക്കിയിട്ട് മാർക്കുകൾ നോട്ടുകൾ നോക്കിയിട്ടുണ്ടെന്നും മാർക്കുകൾ അസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് നമുക്കും കുട്ടികൾക്കും അറിയാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഏതൊക്കെ കുട്ടിയെയാണ് നമ്മൾ വിലയിരുത്തിയത്, ഏതൊക്കെ കുട്ടിയുടെ വർക്കുകളാണ് ഇനി കിട്ടാൻ ബാക്കിയുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ പീപ്പിൾ എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ സ്റ്റുഡൻസിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെയാണ് സബ്മിറ്റ് ചെയ്തത്, ആരൊക്കെയാണ് സബ്മിറ്റ് ചെയ്യാത്തത്, ഏതൊക്കെ നോട്ടാണ് നമ്മൾ നോക്കിയത്, എത്ര മാർക്കാണ് കിട്ടിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ കിട്ടുമെന്നുള്ളത് തന്നെയാണ് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. മറ്റൊന്ന്, ഫോൺ മെമ്മറിയെ ഈ വർക്കുകളൊന്നും തന്നെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ടത് തന്നെയാണ്. കുട്ടിയുടെയോ അല്ലെങ്കിൽ അധ്യാപകൻ്റെയോ ഫോൺ മെമ്മറിയെ യാതൊരു തരത്തിലും ഈ വർക്കുകൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ളത് കൂടി ഒരു ഹൈലൈറ്റാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. താങ്ക്